എല്ലാ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും, തന്ത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുതന്ത്രങ്ങളും വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഷാഫി ഉൾപ്പെടെയുള്ള മൂവർ സംഘം ഈ തെരഞ്ഞെടുപ്പിൽ നോക്കി. മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത വിഷയം പോലെ തന്നെ കള്ളപ്പണം കൊണ്ടുവന്നു. ഇവിടെ സ്പിരിറ്റ് ഒഴുക്കാൻ നോക്കി. വ്യാജ വോട്ടർമാരെ, നൂറുകണക്കിന് വോട്ടർമാരെ ചേർത്തു. അങ്ങനെ വ്യാജ വോട്ടർമാരെ കള്ളപ്പണം ഒഴുക്കി, സ്പിരിറ്റ് ഒഴുക്കി, പല രൂപത്തിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഇടപെടലായിരുന്നു UDFും BJPയും നടത്തിയത്. ഇന്നിപ്പോ വലിയ പാടത്തിലെ 16-ാം ബൂത്തിൽ BJPയുടെ ആപ്പീസിൽ നിന്നാണ് 2.5 ലിറ്റർ മദ്യം പിടിച്ചത്. 2 ദിവസം ഡ്രൈ ഡേ ആണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഉപതെരഞ്ഞെടുപ്പായിട്ട്. പക്ഷെ BJPയുടെ ആപ്പീസ് മദ്യശാലയായി മാറി എന്നുള്ളതല്ലേ ഇപ്പൊ കണ്ടെത്തിയത്. ഏതൊക്കെ തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവുകളാണ്. അപ്പൊ ഞങ്ങൾ ആരോപിച്ചത് ഒന്നും വെറും ആരോപണങ്ങളല്ല. ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടത്തിലായി തെളിയിക്കപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസവും നല്ല പ്രതീക്ഷയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും ഞങ്ങൾക്കുമുള്ളത്. ഈ സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ട ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുന്ന രൂപത്തിലാണ് പല ബൂത്തുകളിലും നടക്കുന്ന സംഭവങ്ങൾ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഷാഫി എന്തിനാണ് വടകരയിലേക്ക് പോയത്? ഇവിടെ BJPയെ സഹായിക്കാനല്ലേ? 2 തവണ ഈ കൃഷ്ണകുമാർ മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ 15,000 മുതൽ 20,000 വോട്ട് മറിച്ചു കൊടുത്തത് ഷാഫിയാണല്ലേ? അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഇന്നത്തെ ദിവസം കണ്ട കാര്യം, കണ്ണാടിയിലും മാത്തൂരിലും രാരി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലെ ബൂത്തുകളിലും മുനിസിപ്പാലിറ്റിയിലെ പല ബൂത്തുകളിലും കോൺഗ്രസിന് ഇരിക്കാൻ ആളില്ല. സാധാരണഗതിയിൽ നമ്മൾ ബൂത്തിന്റെ പുറത്ത് കുറച്ച് പ്രവർത്തകർ ഒരു ബൂത്തെല്ലാം കെട്ടി വരുന്ന വോട്ടർമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ അഡ്രസ്സില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കച്ചവടം നടന്നു, നല്ല കച്ചവടം നടന്നു. ഞാൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ഒരു മണ്ഡലം പ്രസിഡന്റ് തന്നെ വിലക്കെടുത്തു. കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്തുകൊണ്ട് പല ബൂത്തുകളുടെ പ്രദേശങ്ങളിൽ നിന്നും പോയി? എന്നിട്ട് സ്ഥാനാർത്ഥി തന്നെ വന്ന് ഒരു ബൂത്തിൽ കയറി കുഴപ്പമുണ്ടാക്കുക, ഒരു വാർത്ത സൃഷ്ടിക്കാൻ എന്നെ ആകെ തടയുകയാണ്. അതാണോ അവിടെ സംഭവിച്ചത് വെണ്ണക്കരയിൽ? ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തടയൂ? ഞങ്ങളെന്തായാലും തടയില്ല. BJP ചിലപ്പോൾ തടഞ്ഞു എന്ന് വരും, കാരണം അതാണ് അവരുടെ രാഷ്ട്രീയ ബുദ്ധി. ഞങ്ങൾ തടയാൻ തീരുമാനിച്ചിട്ടില്ല ഒരു സ്ഥാനാർത്ഥിയെ. ഞങ്ങൾ പറഞ്ഞത് എന്താ, സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പോവാം ബൂത്തിനടുത്ത്, പക്ഷെ ഒരു പടയുമായി വന്നാൽ പറ്റില്ല. കൂടെ ഒരു പടയുമായിട്ട് വന്നാൽ അത് സാധ്യമല്ല. സ്ഥാനാർത്ഥിക്കുള്ള ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഒരു പ്രിവിലേജ് കൂടെയുള്ള എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അത് നിങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും. ഇതാ ഞങ്ങൾ പറഞ്ഞത്. UDFിന്റെ സ്ഥാനാർത്ഥി എന്തോ ഒരു ത്യാഗിയെ പോലെ എന്നെ അങ്ങനെ കേട്ടാൻ അനുവദിച്ചില്ല, തടയുകയാണ്
എന്നൊക്കെ പറഞ്ഞ് അവിടെ നിലവിളിക്കുകയാണ് ചെയ്തത്. അതാണോ അതിന്റെ സത്യം? ഇപ്പൊ എന്തെല്ലാം തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി 4 വോട്ട് തിരിക്കാൻ പറ്റുമോ അതെല്ലാമാണ് ശ്രമിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയ എല്ലാ കുതന്ത്രങ്ങളും അവർക്ക് തന്നെ വിനയായി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡീൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബിജെപിയും നടത്തിയിട്ടുണ്ടതിന്റെ തെളിവുകളാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ 1 മണിയോടുകൂടി തന്നെ പല ബൂത്തുകളിൽ നിന്നും സ്ഥലം കാലിയാക്കിയത്. ഇത്രയും വാശിയോടുകൂടി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ പല ബൂത്തു നിന്നും പോയത്? ഏതായാലും ഈ ഇലക്ഷൻ ഫലം കേരളത്തിലെ UDFനും BJPക്കും വലിയ ആഘാതമായിരിക്കും. ഷാഫിക്കിനി പതുക്കെ വണ്ടി കയറാം വടകരയിലേക്ക്. 4.5 വർഷം കൂടി ഉണ്ടല്ലോ. ഷാഫിന്റെ നേതാവ് VD സതീശന് പറവൂരിൽ തന്നെ കെട്ടിത്തിരിയേണ്ടി വരും. ഇപ്പൊ ഇവരുടെ ഈ മൂവർ സംഘത്തിന്റെ കൊള്ളരുതായ്മകളെ തൂത്തെറിയപ്പെടുന്ന ഒരു ഫലമായിരിക്കും ഈ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. BJPയുടെ അഴിമതിയും എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിത്വവും ഇതെല്ലാം ജനങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സരിൻ ഇതിനകം തന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു തരംഗമായി മാറിക്കഴിഞ്ഞു. വൻ വിജയമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വോട്ട് ചെയ്ത എല്ലാ പ്രബുദ്ധരായ വോട്ടർമാർക്കും LDFന് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്.